അരിക്കൊമ്പൻ വിഷയം പരിശോധിക്കാൻ വിദഗ്ധ സംഘം ഇന്ന് ചിന്നക്കനാലിലെത്തും. റേഡിയോ കോളർ ഉപയോഗിച്ച് ആനയെ മറ്റൊരു വനമേഖലയിലേക്ക് മാറ്റാനുള്ള ചർച്ചകളാണ് ഇന്ന് നടക്കുന്നത്. ഹൈക്കോടതിയാണ് വിദഗ്ധ സമിതിയെ നിയോഗിച്ചത്. ഈ സംഘം നാട്ടുകാരുമായി ചർച്ച ചെയ്തായിരിക്കും അരിക്കൊമ്പൻ വിഷയത്തിൽ തീരുമാനമെടുക്കുക. വിശദാംശങ്ങളുമായി ആദ്ര ചേരുന്നു. ആദ്ര, ഇന്ന് ഹൈക്കോടതി നിയോഗിച്ച വിദഗ്ധ സമിതി ഇടുക്കിയിലെത്തുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതേസമയം ഹൈക്കോടതി വിധിക്കെതിരെ ഇപ്പോഴും ഇടുക്കിയുടെ പല ഭാഗങ്ങളിൽ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. പ്രത്യേകിച്ച് സിംഗകണ്ഠത്ത് രാപ്പകൽ സമരം തുടരുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? അഞ്ചില ഹൈക്കോടതി നിയോഗിച്ച 5 അംഗ വിദഗ്ധ സമിതിയിലെ 4 അംഗങ്ങളാണ് ഇന്ന് ഇടുക്കിയിൽ സന്ദർശനം നടത്തുന്നത്. കോടതി നിയോഗിച്ച 2 വിദഗ്ധരും ഒരു മിക്കസ്കൂരിയും ഉൾപ്പെടെയാണ് പ്രദേശത്ത് സന്ദർശനം നടത്തുക. ഈ റിപ്പോർട്ട് പൂർത്തിയാക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ഈ വിദഗ്ധ സംഘത്തിന്റെ ഒരു സന്ദർശനം. ഇവർ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും അരിക്കൊമ്പൻ ദൗത്യത്തിൽ മുന്നോട്ടുള്ള നീക്കങ്ങൾ, അതായത് അരിക്കൊമ്പനെ മയക്കുവെടി വെച്ച് പിടികൂടുന്നതും സംബന്ധിച്ചുള്ള തീരുമാനങ്ങളെല്ലാം ഈ ഒരു റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. എന്തായാലും ഇടുക്കിയിലെ ചിന്നക്കനാൽ, ശാന്തൻപാറ ഉൾപ്പെടെയുള്ള അരിക്കൊമ്പന്റെ ആക്രമണങ്ങൾ അല്ലെങ്കിൽ കാട്ടാനാക്രമണങ്ങൾ നടന്ന പ്രദേശങ്ങളിലെല്ലാം ഈ വിദഗ്ധ സമിതി സന്ദർശിക്കും. മാത്രമല്ല 301 കോളനി ഉൾപ്പെടെയുള്ള മേഖലകളിലെ താമസക്കാരുമായിട്ട് വിദഗ്ധ സമിതി അംഗങ്ങൾ ചർച്ച നടത്തുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല മൂന്നാറിൽ വനം വകുപ്പുമായിട്ടും ഇവർ ചർച്ച നടത്തും. ഒരു നാട്ടുകാരുടെ ഒരു വികാരം മനസ്സിലാക്കിയാണ് ഈ ഒരു സംഘം കാട്ടാനാക്രമണത്തെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നതിനായിട്ട് ഈ ഒരു സംഘം ഇടുക്കിയിൽ എത്തുന്നത്. ഈ റിപ്പോർട്ട് അതായത് എത്തുന്നത് നാട്ടുകാർ വലിയൊരു പ്രതീക്ഷയോടെയാണ് കാണുന്നത്. കാരണം നാട്ടുകാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് വിദഗ്ധ സമിതിയുടെ ഒരു സന്ദർശനത്തെ നാട്ടുകാരും കാണുന്നത്. അതേസമയം ഈ അരിക്കൊമ്പനെ പിടികൂടുന്ന ദൗത്യം നിർത്തിവെക്കണമെന്ന ഹൈക്കോടതിയുടെ ഒരു വിധിക്കെതിരെ സിംഗകണ്ഠത്ത് ഉൾപ്പെടെ ഇടുക്കിയുടെ ഭാഗങ്ങളിലുള്ള പ്രതിഷേധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെയും അതുപോലെ തന്നെ വീടുകൾ നശിച്ചവരെയും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ശക്തമായൊരു പ്രതിഷേധമാണ് ഇടുക്കിയിലെ പല ഭാഗങ്ങളിലും നടക്കുന്നത്. മാത്രമല്ല അരിക്കൊമ്പൻ വിഷയത്തിൽ ഹൈക്കോടതിയിൽ ഹർജി നൽകിയ വിവേക് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കെതിരെ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് ഇടുക്കി എസ്.പിക്ക് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. ഇയാളുടെ വിവേകിന്റെ പരാമർശം മനഃപൂർവ്വം ലഹള ും അതുപോലെ തന്നെ ഐക്യം നശിപ്പിക്കാനും എന്നാണ് ഈ പരാതിയിൽ ആരോപിച്ചിട്ടുണ്ടായിരുന്നത്. പ്രതിഷേധക്കാരെ വെല്ലുവിളിക്കുന്ന വിവേകിന്റെ വാട്സപ്പ് സന്ദേശം ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം പുറത്തു വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. വിഷയത്തിൽ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഈ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് ഈ വിഷയം ഉന്നയിച്ച് കർഷക സംഘടനകൾ ഒരു പരാതി നൽകാനുള്ള ഒരു നീക്കവും ഉണ്ട്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് പരാതി നൽകി കേസ് വേഗത്തിൽ പരിഗണിച്ച് അതിൽ അന്വേഷണം നടത്തണമെന്നൊരു ആവശ്യം ഉന്നയിക്കാനാണ്. മാത്രമല്ല ചീഫ് ജസ്റ്റിസ് നേരിട്ട് വാദം കേൾക്കണമെന്ന ഒരു ആവശ്യവും ഈ 60ഓളം വരുന്ന കർഷക സംഘടനകൾ ആവശ്യപ്പെടുകയും ചെയ്യും. മനസ്സിലാവും. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് കുങ്കിയാനകളുടെ സമീപത്ത് തന്നെ ഇപ്പോൾ അരിക്കൊമ്പൻ നിലയുറപ്പിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അൻസില, ഇന്നലെ അരിക്കൊമ്പനെ പിടികൂടുന്നതിനായി കുങ്കിയാനകളെ ഇടുക്കിയിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. അരിക്കൊമ്പൻ ഇന്നലെ കുങ്കിയാനകളുടെ അടുത്തുവരെ എത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ കുങ്കിയാനകളെ മാത്രമല്ല മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഈ കുങ്കിയാനകളെ ഇവിടെ നിന്ന് കൊണ്ടുപോകരുത് അല്ലെങ്കിൽ അരിക്കൊമ്പനെ മയക്കുവെടി വെച്ച് പിടിക്കുന്നത് വരെ അല്ലെങ്കിൽ അരിക്കൊമ്പനെ പിടികൂടി മാറ്റുന്നത് വരെ കുങ്കിയാനകളെ പ്രദേശത്ത് നിന്ന് മാറ്റാൻ അനുവദിക്കില്ല അല്ലെങ്കിൽ കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നുള്ള രീതിയിൽ നാട്ടുകാരും രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. അരിക്കൊമ്പൻ കുങ്കിയാനകളുടെ അടുത്ത് എത്തുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ വനംവകുപ്പ് സുരക്ഷ കർശനമാക്കിയിട്ടുമുണ്ട്. അൻസില, ആതിര, അതോടൊപ്പം തന്നെ അരിക്കൊമ്പനെ ഇപ്പോൾ മയക്കുവെടി വെക്കാതെ റേഡിയോ കോളർ ഉപയോഗിച്ച് ഉൾവനത്തിലേക്ക് കയറ്റിവിടാനാണ് ഈ വിദഗ്ധ സമിതി തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ചിട്ട് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എങ്ങനെയാണ്? അൻസില, വിദഗ്ധ സംഘം ഇന്ന് റേഡിയോ കോളർ ഉപയോഗിച്ച് ആനയെ മറ്റൊരു വനമേഖലയിലേക്ക് മാറ്റാനുള്ള ചർച്ചകളാണ് വിദഗ്ധ സമിതി ഇന്ന് സന്ദർശനം നടത്തുന്നതിനിടെ മുഖ്യ വിഷയമായിട്ട് ചർച്ച ചെയ്യുന്നത്. ഈ സംഘം നാട്ടുകാരുമായിട്ട് ഇടുക്കിയിലെ കാട്ടാനാക്രമണം ഉണ്ടായ പല മേഖലകളിലും എല്ലാ മേഖലകളിലും ഈ സമിതി സന്ദർശനം നടത്തുന്നുണ്ട്. ഈ സമയത്ത് ഇത്തരത്തിൽ റേഡിയോ കോളർ ഉപയോഗിച്ച് ആനയെ മറ്റൊരു വനമേഖലയിലേക്ക് മാറ്റുന്നത് സംബന്ധിച്ച്
സംബന്ധിച്ച് ഈ നാട്ടുകാരുമായിട്ട് ചർച്ച ചെയ്തിട്ട് ഈ ഒരു അരിക്കൊമ്പൻ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ, ഈ റിപ്പോർട്ട് ഉൾപ്പെടുത്തി അതനുസരിച്ചൊരു തീരുമാനമെടുക്കാനുള്ള ഒരു നീക്കവും നടക്കുന്നുണ്ട്. മാത്രമല്ല ഈ റിപ്പോർട്ട്, ഇവർ നൽകുന്ന ഈ റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും കോടതിയും അതിലൊരു അന്തിമ തീരുമാനമെടുക്കുക. അൻസില. ശരി, വ്യക്തമാണ് ആതിര. അരിക്കൊമ്പൻ വിഷയം പരിശോധിക്കാൻ വിദഗ്ധ സംഘം ഇന്ന് ചിന്നക്കനാലിലെത്തും. റേഡിയോ കോളർ ഉപയോഗിച്ച് ആനയെ മറ്റൊരു വനമേഖലയിലേക്ക് മാറ്റാനുള്ള ചർച്ചകളാണ് ഇന്ന് നടക്കുക. അതോടൊപ്പം തന്നെ ഈ സംഘം നാട്ടുകാരുമായി ചർച്ച ചെയ്തിട്ടായിരിക്കും അരിക്കൊമ്പൻ വിഷയത്തിൽ തീരുമാനം എടുക്കുക. അതേസമയം അരിക്കൊമ്പനെ പിടികൂടാത്ത ഹൈക്കോടതി വിധിക്കെതിരെ പ്രതിഷേധിച്ച് സിംഗകണ്ഠത്ത് ഇപ്പോഴും സമരം തുടരുകയാണ്. അതോടൊപ്പം അരിക്കൊമ്പനെ പിടികൂടാതെ കുങ്കിയാനകളെ കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് ഇപ്പോൾ ചിന്നക്കനാലിലെ നാട്ടുകാർ തുടരുന്നത്. വിശദാംശങ്ങൾ നൽകിയത് ആതിര ഈയാണ്.